السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ. ഇമാം നബവി റഹിമഹുള്ളയുടെ 40 ഹദീസുകളിലെ 5-ാമത്തെ ഹദീസാണ്. ബുഖാരിയിലെ 2697-ാമത്തെ ഹദീസ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ഇതിലില്ലാത്തത്, ഫഹുവ റദ്ദുൻ, തള്ളപ്പെടും. ഒരു ഹദീസ് കൂടി ആ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. മുസ്ലിമിലെ 1718-ാമത്തെ ഹദീസ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതൊരു അമൽ ആര് ചെയ്താലും തള്ളപ്പെടും. അപ്പോൾ വിഷയം വ്യക്തമാണ്. ബിദ്അത്ത് എങ്ങനെയാണ് ബിദ്അത്ത് ആകുന്നത്? ഈ കണ്ടു കാണപ്പെട്ട വസ്തുക്കളൊക്കെ പുതിയതാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതാണ്. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. ഈത്തപ്പനയുടെ പരാഗണം വേഗം നടക്കാൻ, കൂടുതൽ വിളവുണ്ടാകാൻ ജാഹിലിയ അറബികൾ ഒരു കാര്യം ചെയ്യും. അതെന്താ? അത് ഈത്തപ്പനയുടെ കൊലകൾ തമ്മിൽ അടുപ്പിക്കും. അപ്പോൾ പൊഴിഞ്ഞു പോകൂല, കാറ്റ് വരാൻ കാത്തു നിൽക്കണ്ട. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇതിലൊരു നന്മയും ഞാൻ കാണുന്നില്ല. നബിയുടെ പൊന്നായ വാക്കാണ്. അവരാ പണി നിർത്തി വെച്ചു. എന്തുണ്ടായി? സക്കാത്ത് കുറഞ്ഞു. ചോദിച്ചു, വിളവ് കുറവാണ്, എന്തേ കാരണം? അങ്ങ് പറഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനാണ്. അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും. നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. അൽഹംദുലില്ലാഹ്. ഈ ഒരു വാക്ക് ലോകം മുഴുവനുമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക്, ഗവേഷണങ്ങൾക്ക് വാതിൽ തുറന്നിട്ടു. 2, ദീനും ദുനിയാവും കൂടിയതാണ് ഇസ്ലാം എന്ന് ചിലർ പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞ്, ഞാൻ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ദീനും ദുനിയാവും ഒന്നാണെങ്കിൽ എന്തായി? ഇസ്ലാമിൻ്റെ പകുതിയായ ദുനിയാവ് നബിക്കല്ല അറിയുക കൂടുതൽ എന്ന് വന്നു. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ പകുതിയായ ഭാഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അറിയുന്നവരുണ്ടാകുക. അതുണ്ടാവുമോ? ഇല്ല. ഇസ്ലാം ഏറ്റവും അറിയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന അഅലമുക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവൻ. അഹങ്കാരമല്ല, പിന്നെയോ നിയമമാണ്. അതുകൊണ്ട് ദീനും ദുനിയാവും 2ആണ്. ഇസ്ലാമിൽ ഒരാൾക്ക് ഉയരണമെങ്കിൽ ദുനിയാവ് ഉയരണമെന്നില്ല. ദുനിയാവ് ഉയർന്നത് കൊണ്ട് മാത്രം ഇസ്ലാം മതം ഉയരണമെന്നില്ല. ദീൻ ഉണ്ടാകണം. ഒരാൾക്ക് ദീനൊന്നുമില്ല, ദുനിയാവ് നല്ലോണ്ട്, എന്നാൽ പകുതി ഇസ്ലാം ഉണ്ടാവുമോ? ഇല്ല. ഒരാൾക്ക് ദുനിയാവ് ഒന്നുമില്ല, പച്ചപ്പാവമാണ്, അയാൾക്ക് ഭൗതിക ഇസ്ലാമുള്ളൂ എന്ന് പറയാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ചങ്ങാതിമാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് അതിൻ്റെ വിഷയം. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹു അരുളിയത് അനുസരിച്ച്, റസൂൽ അരുളിയതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഒരു കുറവുമില്ല നമുക്ക്. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ, ഇസ്ലാം ദീനാണെന്ന് പറഞ്ഞാൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. അപ്പോൾ മാഇദ 3-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് മുഴുവനാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നു. ദുനിയാവോ? ദുനിയാവ് അവസാനിക്കുന്നില്ല, അത് പൂർത്തിയാവുന്നില്ല.
അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് വിഷയം. അപ്പോൾ ബിദ്അത്ത്, ഈ ഹദീസ്, ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇസ്ലാമിലെ സ്ഥാനമേറിയ ഹദീസ് ഇതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത്? മാമിൻ ശൈഇൻ യുഖർരിബുക്കും ഇലല്ലാഹി വയുബ്ഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് അമർതുക്കും ബിഹാ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ എല്ലാം ഹറാമാണ് പറഞ്ഞതൊഴികെ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ എല്ലാം അനുവദനീയമാണ് വിലക്കിയതൊഴികെ. ഈ രണ്ട് വാചകം മറക്കാതിരിക്കുക. ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ എല്ലാം ഹറാമാണ്. ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വേറെ തെളിവ് ആവശ്യമില്ല. എന്തുകൊണ്ട്? നബിദിനാഘോഷം തെറ്റാണ്, സുന്നത്താന്ന് പറയാത്തത് കൊണ്ട് മാത്രം മതി. നല്ലതല്ലേ? ആണ്, നല്ലതാണ് എല്ലാ ബിദ്അത്തുകളും. മിക്കവാറും ഈ ബിദ്അത്തുകളൊക്കെ നല്ലതാണ്. സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്താണോ? ആണ്. അത് 3 റക്അത്ത് നിസ്കരിച്ചാൽ നല്ലതല്ലേ? അല്ല. എന്തുകൊണ്ടല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയോ 3 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല? ഇല്ല. പിന്നെന്താ? എന്തുകൊണ്ടത് ഹറാമായി? 33 ദിക്ർ ചെയ്യാനുള്ളത് 34 ആയാൽ തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? റസൂലുള്ളാഹി 33 ചെയ്തത്. അതാണ്. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ഹറാമായി, പറഞ്ഞാലോ അത് സുന്നത്തോ ഫർദോ ആയി. ബുഖാരിയിലെ 25-ാമത്തെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാലായതൊക്കെ വ്യക്തമാണ്, ഹറാമായതൊക്കെ വ്യക്തമാണ്. അതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഹറാമാണോ ഹലാലാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ വേഗം അത് മാറ്റിവെക്കുക, ഹറാം എന്നുള്ള വകുപ്പിലേക്ക് വിടുക. ഇന്ന കാര്യം ശിർക്കാണോ അല്ലേ എന്ന് സംശയം വരികയാണെങ്കിൽ വേഗം അത് ശിർക്കിൻ്റെ വകുപ്പിലേക്ക് മാറ്റിവെക്കുക. അപ്പോൾ അവൻ്റെ ദീനിനെ, അവൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തി. ജിന്നിനോടുള്ള ഇസ്തിഗാസ ശിർക്കാണോ അല്ലേ എന്ന് തർക്കം വന്നാൽ വേഗം അത് ശിർക്കിൻ്റെ വകുപ്പിലേക്ക് മാറ്റിവെക്കുക. എന്നാൽ പേടിക്കാനൊന്നുമില്ല, ചെയ്യൂലല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കൂലല്ലോ, അതിനാരും തന്നെ ഒരുങ്ങൂല്ലല്ലോ, മനസ്സിൽ യാതൊരുവിധ ഗൗരവക്കുറവ് ഉണ്ടാവില്ലല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിധത്തിൽ 2 വിധത്തിലുണ്ട്. ഒന്ന് തീരെ ഇസ്ലാമിൽ അതിൻ്റെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തത്, പുതുതായി വന്ന കാര്യങ്ങൾ. 2 ഉള്ളതിൽ ചേർക്കുന്നത്. കുനൂത്ത് എന്ന സംഗതി ഉള്ളതാണ്. എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതിയിട്ടുണ്ട്. എപ്പോഴാ? 5 നേരം അല്ലേ? അതിന് പകരം 1 നേരമാക്കി പിന്നെ ഓതിയാലോ? അത് ബിദ്അത്തായി. കുനൂത്ത് വിത്റിലുണ്ട്, അത് സുബഹിലേക്ക് മാറ്റിയാലോ? അത് ബിദ്അത്തായി. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾക്കറിയാം. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലെ അവസാനത്തെ വാക്ക് വനബിയ്യിക്കല്ലദീ അർസൽത, നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. കേട്ട അദ്ദേഹം ഏറ്റു പറഞ്ഞപ്പോൾ റസൂലിക എന്നായി. തെറ്റെന്താ? ഒരു തെറ്റുമില്ല. കുറച്ചും കൂടി ജോറാണ്, ഉഷാറാണ്. കാരണം നബി എന്നത് എല്ലാവർക്കുമുള്ള, എല്ലാ നബിമാർക്കുമുള്ള വാക്കാണ്. റസൂൽ എന്ന് പറഞ്ഞത് 313 ആൾക്കാർക്ക് മാത്രമുള്ള പദവിയാണ്. കൊടുകൈ നന്നായിട്ടുണ്ടാ, ഉഷാറായിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ അങ്ങനെ തന്നെ വേണം എന്നാണോ റസൂൽ പറഞ്ഞില്ല? അരുത്. നബിയ്യിക്കല്ലദീ അർസൽത, നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു എന്ന് തന്നെ പറയണം. ഒരക്ഷരം മാറ്റാൻ പറ്റില്ല. ഒരു തഖവ്വല അലൈന ബഅദൽ അഖാവിൽ, അള്ളാഹു വളരെ കഠോരമായിട്ട് ഗൗരവത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദ് എങ്ങാനും എൻ്റെ മേൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, കെട്ടിച്ചമച്ച് പറഞ്ഞാൽ കൊരവള്ളിക്ക് പിടിക്കുന്ന ഹദീസ് ആയത്ത് കേട്ടില്ലേ? അല്ലാഹു അക്ബർ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പാണ്. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ.
സത്യമാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം എൻ്റെ പേരിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ ഓൻ കള്ളനാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്. അതുകൊണ്ട് വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. എവിടുന്നെങ്കിലും ഒരു ഹദീസ് കേൾക്കുമ്പോൾ ഒന്ന് ആരോടെങ്കിലും ചോദിക്കാൻ പ്രയാസമൊന്നുമില്ല. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മതി. ഒന്ന് മൊബൈൽ എടുത്തിട്ട് അന്വേഷിക്കാം കേട്ടോ. പല അന്ധവിശ്വാസികളുടെയും അനാചാരത്തിൻ്റെ ആളുകളുടെയും പ്രസംഗങ്ങൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് പരിചയമില്ലാത്ത ഒന്ന് കണ്ടാൽ അതവിടെ മാറ്റി വെച്ചാൽ മതി. കാരണം സത്യം പറയാനല്ല അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വിഷയം. ഏറ്റവും വലിയ ബിദ്അത്ത് ഏതാ? അത് ശിർക്കാണ്. പിന്നെ അതിന് താഴെയാണ് ഈ ഷിയ, ഖവാരിജ്, മുർജിയ തുടങ്ങിയ ഖദരിയ, ജബരിയ തുടങ്ങിയ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന തെറ്റായ വിശ്വാസങ്ങളൊക്കെ തന്നെ. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ബിദ്അത്തുകൾ. സുബഹ്ക്ക് മാത്രമുള്ള ഖുനൂത്ത്, നിസ്കാര ശേഷമുള്ള കൂട്ടു ആമീൻ, കൂട്ടു പ്രാർത്ഥനയല്ല, കൂട്ടു ആമീൻ, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മരിച്ചിടത്തുള്ള പാരായണം തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഖബറ് കെട്ടിപ്പൊക്കുക എന്നുള്ളതോ അത് ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. അപ്പം അതിൻ്റെ പദവികളും പടവുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ പോലെ ഈ സമുദായത്തിൻ്റെ അവസാന ഭാഗം നന്നാകുന്നത് ആദ്യ ഭാഗം എങ്ങനെയാണോ നന്നായത് അതുപോലെയാണ്. അപ്പോൾ റസൂല് പറഞ്ഞത് അവിടെ കഴിഞ്ഞാൽ അവിടെ നിൽക്കുക, സഹാബത്ത് പറഞ്ഞിടത്ത് നിൽക്കുക. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം നിസ്കരിച്ചു. പിന്നീട് ഫർളാകുമോ എന്ന് പേടിച്ചിട്ട് നിർത്തിവെച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത് ആരംഭിച്ചു, രണ്ടാമത് തുടങ്ങിയതാണ്, ഉള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര നല്ല ബിദ്അത്ത്. അതെന്താ? രണ്ടാമത് തുടങ്ങിയതിനെ പറ്റിയാണ്. അത് ഭാഷാപരമായ ബിദ്അത്താണ്, അല്ലാതെ ബിദ്അത്തല്ല. ബിദ്അത്താണോ? തറാവീഹ് ബിദ്അത്താണോ? അല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ ഒരു നല്ല കാര്യം എന്ന് ഒരു പുതിയ കാര്യം ചെയ്തിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖദ് ഖാന, ഇന്ന മുഹമ്മദൻ ഖദ് ഖാന ഫി റിസാല, റസൂലുള്ള റിസാലത്തിൽ വഞ്ചിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. റസൂൽ പറഞ്ഞൊന്നുമില്ലല്ലോ അല്ലേ? നല്ല കാര്യമാണെങ്കിൽ റസൂൽ പറയുമല്ലോ. ഇസ്ലാം മതാണെങ്കിൽ അള്ളാഹു പറയുമല്ലോ, ഇല്ലേ? അള്ളാഹു പറയിപ്പിക്കുമല്ലോ, മറന്നു പോകില്ലല്ലോ, അല്ലേ? അല്ല തൻസ, നീ മറക്കുകയില്ല, അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കൂലേ? അപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? റസൂൽ നമ്മളെ ചതിച്ചു എന്നായില്ലേ? നഊദുബില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. മുസ്ലിമിലെ 867 ഹദീസ്, കുല്ലു ബിദ്അത്തിൻ ളലാല ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്, കറക്റ്റാണത്. അതുകൊണ്ട് ഫി അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, ഇത് മതത്തിൽ ഭൗതികമായോ എന്ത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ആകാം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ബിദ്അത്താണോ അല്ലേ എന്ന് സംശയമുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മളെ നേതാവ് ഏതെങ്കിലും മതപണ്ഡിതന്മാരല്ല, റസൂലാണ്, സഹാബത്താണ്. 2, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് നരകമാണുള്ളത്. നന്മ ചെയ്തിട്ടാണ് ഒരു പോണ്. സ്ത്രീധനം കൊടുത്തിട്ട് നരകത്ത് പോയ മകളെ കല്യാണമെങ്കിലും നടക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ബിദ്അത്ത് ചെയ്തിട്ട് നരകത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, ആരും ഒഴിവായി പോകരുത്. എല്ലാ ബിദ്അത്തും ഒഴിവാക്കണം. ഇന്നലെ പട്ടിണി കിടന്ന റജബ് 27 പട്ടിണി കിടന്ന ഒരുപാട് ആൾക്കാർ, അത് കേട്ടിട്ട് പല ആൾക്കാരും മുറിപ്പിച്ചിട്ടുണ്ട്, അപ്പം തന്നെ മുറിച്ചിട്ടുണ്ട്. നമ്മളതിൽ പെട്ടോ ഇല്ലെന്ന് അന്വേഷിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം.
രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.